എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. അത് ഗാലറി ഇട്ടിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കിഡ്സ് ക്യാപിറ്റലിൽ പോയ വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തൃപ്പൂണിത്തുറയിലുള്ള കിഡ്സ് ക്യാപിറ്റൽ. അപ്പോൾ ഞങ്ങൾ ഒരു വൈകിട്ട് ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ വന്നത് കേട്ടോ. ആദ്യം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അതേ പാദരക്ഷകൾ പുറത്തിടാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെരുപ്പൊക്കെ സൂക്ഷിക്കാനായിട്ട് സൈഡിൽ തന്നെ ഒരു കുറേ ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ അവിടെ ഇട്ടിട്ട് നേരെ എൻ്റർ ചെയ്തു. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഒരു ചെറിയൊരു ടീ, നമുക്ക് എന്താ സ്നാക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അവിടെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ സോക്സ് വേണം കേട്ടോ. സോക്സ് ഇട്ടിട്ട് അത് ചെറിയവരായാലും ചെറിയ പിള്ളേർക്കാണെങ്കിലും പാരൻസിനാണെങ്കിലും സോക്സ് ഇട്ടിട്ടാണ് കയറണത്. പിന്നെ അതിൻ്റെ ഫീയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് 499 ആണ് ഒരു കുട്ടിക്കും, ഒരു പാരൻറ്റിന് അതിൻ്റെ കൂടെ ഫ്രീയുമാണ്. അപ്പോൾ നമ്മൾ ചെന്ന ദിവസം 2 hours നമുക്ക് കിട്ടുമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ സാധാരണ 1 hour ആണ്. അപ്പം 2 hours നമുക്ക് കിട്ടി. ഇപ്പോൾ സോക്സൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി ഉടനെ പിള്ളേരെല്ലാരും അതല്ല പിന്നെ ഉടനെ ഞാനിങ്ങോട്ട് കയറി അത്ഭുതത്തോടെ എന്തോ ഒരു ലോകത്തെത്തിയ പോലെ കയറി. നേരെ തല തിരിച്ച് നോക്കിയപ്പോ പൂൾ ബോൾസ്. എന്നിട്ട് ഒന്നും നോക്കില്ല, ഒറ്റച്ചാട്ടം. പൂൾ ബോൾസ് അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല. എന്റെ മുട്ട് പോയത് മിച്ചം. അതായത് ഇത് പൂൾ ബോൾസ് അങ്ങോട്ട് കിടക്കണില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറെ പുതിയൊന്നും പറഞ്ഞിട്ട് കയറി അറ്റത്തേക്ക് പോയപ്പോൾ അവിടെ കുറെ ഉണ്ടോ. അപ്പൊ എനിക്ക് ഇങ്ങനെ നിക്കാൻ പറ്റില്ല. ഇരിക്കുന്ന പോണെനിക്ക്. ഇതെന്താടാ, ഇതെന്ത് സംഭവം? നമ്മുടെ ജിയാൻകുട്ടനെ കുറച്ച് ബോളിലൊക്കെ കളിപ്പിക്കുന്നുണ്ട്. ഇതെന്താ? ഇത് നമുക്ക് വീടൊക്കെ ചെയ്യണമെന്ന് തോന്നിയാൽ നമുക്കില്ലേ ഇഷ്ടിക കഷ്ണമാണ് ഇത്. എന്ന് വെച്ചാൽ അത് കനയില്ലാത്ത ഇഷ്ടികയുടെ മോഡലുള്ള ഒരു സംഭവമാണ് ഇത്. നമ്മുടെ ജിയാൻകുട്ടനെ ബോൾസ് ഒക്കെ കണ്ടപ്പോ അവൻ ഭയങ്കര വണ്ടർ അടിച്ചു. അവൻ ആദ്യമായിട്ട് എത്ര കളർഫുൾ ആയിട്ടുള്ള അടുത്തതേ നമ്മളിതേ ട്രംപിൾ എന്നല്ല ഇതിന് പറയണം. ഈ സംഭവത്തിലൊക്കെ അറിയാം കേട്ടോ. അതിന് നമുക്ക് വലിയ ആളുകൾക്കും ജമ്പ് ചെയ്യാം. എന്റെ ദൈവമേ, ഒന്നും പറയണ്ട. ഞാൻ അതിനകത്ത് കേറിയിട്ട് ശരിയാണ്. ഇതൊക്കെ നമ്മൾ പണ്ട് പോകോ ചാനലിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ഞങ്ങൾ കുഞ്ഞാതെ പണ്ടില്ല കുഞ്ചു പോകോ ചാനലിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൽ കുഞ്ഞാറ്റ ഇറങ്ങിയത്. പക്ഷെ അവളെ ഇറക്കാൻ പാടില്ലായിരുന്നു. അവളുടെ ഏജ് അതിന് പറ്റില്ലായിരുന്നു. പിന്നെ അവൾ വലിച്ചു കയറ്റി. അവൾ അതിൻ്റെ അടിയിൽ പോയി. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന പുള്ളി എന്ന് പറഞ്ഞത് കുഞ്ഞു പിള്ളേർക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളത്. പിന്നെ നമ്മളെല്ലാം എനിക്കിറങ്ങാൻ പറ്റില്ലായിരുന്നു, പക്ഷെ എനിക്കിറങ്ങാൻ പറ്റുമായിരുന്നു. ദൈവമേ, ഒന്നും പറയണ്ട. കിണറ് പോലും കുഴിച്ചിട്ടേക്കണ തോന്നുന്നു. എന്നെ വലിച്ചു കിട്ടിയത് ശിലിയാണ്. ഷിലി എന്ന് പറഞ്ഞാൽ എന്റെ കസേ. ശിലിയാണ് എന്നെ വലിച്ചു കിട്ടിയത്. എന്റെ പൊന്നെ, ഒന്നും പറയണ്ടായിരുന്നു. ആ ജമ്പ് എന്തായിരുന്നു ലാസ്റ്റ് വന്ന റിങ് ഇങ്ങനെ ഉള്ളിൽ 2 കാലം ഇട്ടിട്ട് ഒരു സൈഡിൽ പിടിച്ചിട്ട് ഞാനൊരു ജില്ലി കൂടെ ആടി കളിക്കേ. അതെ, അപ്പൊ ഞാനും ജസ്റ്റ് ഒന്ന് കയറി നോക്കി. അതെ, പാരൻസിന് കയറാം, മുതിർന്നവർക്കും കയറാം, കുട്ടികളുടെ കൂടെ നമുക്ക് കളിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഞങ്ങളും കയറി. പിന്നെ നമ്മുടെ അച്ഛ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അച്ഛ പറയണേ കൊരങ്ങനെ അടിപൊളി കൊരങ്ങനെ പോലെ അടുത്തത് ജിയാകുട്ടിന്റെ ആരെക്കുട്ടൻ ഭയങ്കര ഇഷ്ടായിട്ടാ. അപ്പോഴാണ് കുഞ്ഞാറ്റം ഒന്ന് കളിപ്പിക്കുന്നവനെ. ഈ സാധനം ഞാൻ കയറിയായിരുന്നു. പക്ഷെ ഇത് കുറച്ച് ടാസ്ക് ആണ്. ചെറിയ കുട്ടികൾക്ക് കയറാൻ പറ്റും. ഈ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ഇഷ്ടമായി. ഇവിടെ നമുക്ക് മറ്റേ ഹൈഡ് ആൻഡ് സീക്ക് അല്ല, എന്നാലും നമുക്ക് നമ്മൾ ഓടിപ്പിടുത്തം കളിക്കത്തില്ലേ, അതുപോലെ കളിക്കാൻ പറ്റിയൊരു ഏരിയ കേട്ടോ. ഭയങ്കര അവിടെ ഒരു നീല ഭാഗമായിട്ട് കണ്ട അതിന്റെ അകത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു വട്ടത്തില്. സാധനം ഇല്ലേ, ശരിക്കും അതായിരുന്നു ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ആ സാധനം ഞാൻ നോക്കിയിട്ട് കാണാനില്ല. അപ്പൊ ഞാൻ ഈ ഫോൺ കൊണ്ട് ജസ്റ്റ് എല്ലാ ഈ ഏരിയയിൽ ഇങ്ങനെ ഓടി ഒന്ന് നടന്നു നോക്കിയായിരുന്നു. എനിക്കപ്പോ ഭയങ്കര ഇതിങ്ങനെയല്ലേ ആ ബോൾസ് ഒക്കെ കണ്ടാ, ഇത് മുട്ടാതെ പോണം. അതുപോലെ തന്നെ ഒരു വല കണ്ട അവിടെ, ആ വലയിൽ ഞാൻ ചെയ്ത് നോക്കിയായിരുന്നു. അത് അടിപൊളിയായിരുന്നു ആ വല. ഇത് കണ്ട ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ മുട്ടാതെ ടച്ച് ചെയ്യാതെ പോവാനാണ് ഈ ഒരു ഗെയിം ടാസ്ക്. ഒരു ഉന്നാലുണ്ട് കേട്ടോ. ഇത് പൊക്കത്ത് തന്നെയാണല്ലേ വന്നത് ഈ കിഡ്സ് ക്യാപിറ്റലിൽ.
പിന്നെ കുറേ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കളിയുടെ ഇടയ്ക്ക്. പിന്നെ നമ്മൾ സ്നാക്കൊക്കെ കഴിച്ചു. അപ്പോൾ ഗൈസ് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്ര വീഡിയോ ഉള്ളൂ. ബൈ.